ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വീണിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പുതിയൊരു അത്യാവശ്യ കാര്യങ്ങളുണ്ടായിട്ട് കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ട് ദൂരെ യാത്രകളിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വീണത്. ഇനി അതുണ്ടാവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ നല്ല വീഡിയോസ്, നല്ല കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ അടുത്തുണ്ടാവണം. ഇന്ന് വന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് 2-3 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവരോടൊപ്പം ചേർന്ന് ചെറിയൊരു കേക്ക് കട്ടിങ്ങും ചെറിയൊരു ആഘോഷമാണ്. നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, വരും കൂടെ. അപ്പൊ നമുക്ക് പോയിട്ട് കേക്ക് എടുത്തിട്ട് വരാം. കേക്ക് എടുത്തിട്ട് മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടോ ഉമ്മ വെച്ച് കളിക്കുന്ന ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അവന് വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. അതിന് നമ്മൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ അർജുൻ എന്ന്. കട്ട് ചെയ്യാനുള്ള കത്തിയൊക്കെ ആയിട്ട് ആള് നേരത്തെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ നമ്മളെന്നെ കട്ട് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ട ആള് വേറെയാണ്. ആളെ വിളിക്കാം. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പന്റെ വിഷുവിന്റെ ക്രിസ്മസ് അപ്പൂപ്പനോ? വിശ്വാസം അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ ഇറങ്ങി പോടാ പാട്ടി. അപ്പൊ അങ്ങനെ അനിയനാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. ഹലോ ഫ്രണ്ട്സ്. Okay, happy birthday to Arjun. Happy birthday to you. ചേട്ടനാണ് കേസ് നമ്മളെ ക്യാമറാമാൻ. ഹാപ്പി ബർത്ത്ഡേ ചുമ്മാ പറയുന്നില്ല കേട്ടോ. ഞാനങ്ങനെ ക്രീക്ക് കഴിക്കുന്നതല്ല. പക്ഷേ ഈ കേക്ക് കൊള്ളാൻ ആണോ? അടിപൊളി കേക്ക്. സ്കൂളിൽ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അത് സംഭവം ഇതൊക്കെയാണ് കേസ്. സംഭവം നല്ല കാര്യങ്ങൾ കേസ്. ഇത് ബർത്ത്ഡേ ആണല്ലോ കേസ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അതാണ് വർഷത്തിലൊരിക്കൽ വരുന്നതാണ്. ഒരു ദിവസം നമ്മൾ എല്ലാവരും ഒരു മെമ്മറിയിൽ കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു സന്തോഷം, നമ്മൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ മോന്റെ ബർത്ത്ഡേ നമ്മൾ ഈ ചെറിയ രീതിയിൽ ആഘോഷിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഗൈസ്. പിന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും വരെയൊക്കെ ഉള്ളൂ. എന്നാണ് ഒരാള് എല്ലാ വീട്ടിലും പറയാൻ പറ്റുന്നത്. അങ്ങനെ എനിക്ക് ഒന്നുമില്ല. അവസാനത്തെ റിപ്ലൈ ഇതായിരിക്കും. വേറെ അതിലപ്പുറം ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഗൈസ്. പിന്നെ ഇത് അച്ചു ഗൈസ്. ഇത് അച്ചു, ഇത് കിച്ചു. ഞാൻ അച്ചു, അതവി, അച്ഛൻ, അമ്മ. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ്. അവരാരെങ്കിലും ആയിക്കോട്ടെ സാർ. പിന്നെ നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ തമ്മിലുള്ള കാര്യം നമുക്കറിയാമോ നമുക്കും അറിഞ്ഞൂടാ. പോകാൻ വരട്ടെ. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. Okay, all the best. ശിശുദിനം. See you. Bye bye.